ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് കളഞ്ഞില്ലയോ? ഗൗരി, ഗൗരിയെ, എന്തമ്മാ? ഒരു കാര്യം പറഞ്ഞാ കൃത്യമായിട്ട് ചെയ്യാൻ വയ്യാലിയോ? എന്തോന്ന് എന്തോന്ന് അറിയത്തില്ലയോ? ഇല്ലമ്മ, കാര്യം പറ. ഞാൻ നിന്റെയൊക്കെ അടുത്ത് പറഞ്ഞതല്ലയോ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് പാത്രം കഴുകി വെച്ചിട്ടാ കിടക്കാവുള്ളന്ന്. അമ്മ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്? അയ്യോ, പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ലച്ചു എന്തിയെ? ലച്ചുവേ, അവള് ഉറങ്ങിയെന്ന് തോന്നുന്നു. അവക്ക് പിന്നെ എന്തോ പറയുമ്പോഴും കൊച്ചിന്റെ കാര്യം പറഞ്ഞ് അങ്ങ് മുങ്ങിയാ മതിയല്ലോ. എന്തോ നമ്മ നാളെ കളയാ കൈയൊക്കെ ക്ലീൻ ചെയ്ത് ഉറങ്ങാൻ പോണമ്മ. പറ്റത്തില്ല, കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് കിടന്നാ മതി. എന്തോ നമ്മ പ്ലീസ് അമ്മ. കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ ഇരിപ്പുണ്ടല്ലോ, എന്നിട്ട് കുറച്ച് വേസ്റ്റ് ഇരിക്കുന്നു, കഴിച്ചു. എനിക്ക് വേണ്ട. നീ കുറച്ചു നേരത്തല്ലേ കഴിച്ചത്, നാളെ കഴിക്കാ. ഇനി സംഭവം എന്താന്ന് വെച്ചാലേ, രാത്രി എനിക്ക് 2-3 പരിപാടിയുണ്ട്. അപ്പൊ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് കഴിച്ചോണ്ടിരിക്കാൻ. ആണോ? അതിനാണെങ്കിലേ കുറച്ച് പച്ചമീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ച് ഫ്രൈ ചെയ്തും കഴിച്ചാൽ മതി. അമ്മമ്മ രാത്രി ഭയങ്കര കലിപ്പിലാണല്ലേ. ഈ വേസ്റ്റ് ഒന്ന് കൊണ്ട് കളയോ? ഞാനാ അമ്മ കൊണ്ടിക്കളോ? എടാ, ഞാൻ കൈയൊക്കെ ക്ലീൻ ചെയ്തടാ. അതിനിപ്പോ എന്തോന്ന് കൊണ്ടു കളഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് കഴിയണം. എടാ, ഞാൻ ഉറങ്ങാൻ പോടണ. നീ ഇനി കൊറേ കഴിഞ്ഞല്ലേ ഉറങ്ങൂ. അല്ല, നീ ഇപ്പൊ കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ ഇവിടെ? ഇല്ല. നട്ട്സ്, ഫ്രൂട്ട്സ്, ബദാം ഒന്നും ഇല്ലെന്ന്. ചിക്കൻ ഫ്രൈ പോലും ഇല്ല. ഇല്ല. പിന്നെ അമ്മ എന്നെ കൊണ്ടുപോയി കളാ. അമ്മ നാളെ രാവിലെ തന്നെ കൊണ്ട് കളയാം അമ്മ. പറ്റത്തില്ല, ഇന്ന് തന്നെ കളഞ്ഞിട്ട് കിടന്നാ മതി. അത്ര കൊള്ളത്തില്ലല്ലോ. നാളെ അമ്മ എണീക്കുന്നതിന് മുന്നേ ഞാൻ എണീക്കും, എന്നിട്ട് കളയാം. ഒരു രാത്രി ഇവിടെ ഇരുന്നെന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോണില്ല, അല്ലേ? ഗുഡ് നൈറ്റ്. കുറച്ച് വെള്ളം. കുടിക്കാൻ കുറച്ച് വെള്ളം. ആരെങ്കിലും ചിറ്റപ്പനെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കോ? ദാഹിക്കുന്നോണ്ടാണ് ചോദിക്കുന്നത്, കുറച്ച് വെള്ളം. ചിറ്റപ്പന് ദാഹിച്ചിട്ടല്ലേ, കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്ക്. എന്തോന്ന് മോളെ, എപ്പോഴേ ചോദിക്കുന്നു ഞാൻ, ഇപ്പോഴാണോ കൊണ്ടുവരണത്? അമ്മൂമ്മേടെ അടുത്ത് ചിറ്റപ്പനെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ. ചൂടുവെള്ളമാണോ ചോദിച്ചേ? കുടിച്ചു കഴിഞ്ഞിട്ടാണോ പറയുന്നത്? അയ്യോ മക്കളെ, അത് കുടിക്കാനല്ല, കുളിക്കാൻ. അമ്മൂമ്മേടെ പറഞ്ഞാൽ മതി. ശരി. അമ്മൂമ്മേ, കേശു ഇവിടെ ഇല്ല, പുറത്തു പോയി. ആരെങ്കിലും ഒരു പേന കൊണ്ടുവന്നോ? ഞാൻ ഇച്ചിരി തിരക്കിലതാ. ലച്ചുവിന് ആരെങ്കിലും ഒരു പേന കൊണ്ട് കൊടുക്ക്. പേന എത്ര നേരം കൊണ്ട് പേന വയ്ക്കുന്നു? ഇപ്പഴാണോ കൊണ്ടുവന്ന് തരണേ? പാറേ, ഇത് തെളിയണില്ല, വേറെ കൊണ്ടുപോവാ. തെളിയുന്നില്ലേ? ഇല്ല. ലച്ചു, മക്കളെ ഇച്ചിരി കറിവേപ്പില പിടിച്ചോണ്ട് പോടി മക്കളെ. അമ്മ, ഞാൻ ഇച്ചിരി പണിയില്ല. ദേ ചിറ്റപ്പന് ഒരു പണിയില്ലാതെ അവിടെ നിർത്തിയിരിക്കല്ലേ. ചിറ്റപ്പനോട് പറ. മോനെ സുരേന്ദ്ര, ഒരു ഇച്ചിരി കറിവേപ്പില പിടിച്ചോണ്ട് താടാ. മാമി, ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കല്ലോ മാമി. ഇത് കണ്ട, തീക്കാറ്റിൽ ഉലഞ്ഞു US 14 പേര് മരിച്ചെന്ന്. ഇനിയും തീ ആളിക്കെത്തുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് $150 ബില്യൺ നാശനഷ്ടം. അറിയാം മാമിക്ക്? എടാ, അതും കറിവേപ്പില ഓടിക്കുന്നതുമായിട്ട് എന്തോ ബന്ധം? മാമിയുടെ US കത്തിക്കൊണ്ടിരിക്കാണ്, അതിൻ്റെ ഇടയാണ് മാമിയുടെ കറിവേപ്പില. എടാ, US കത്തുമ്പോ എന്തോ കറിവേപ്പില ഓടിച്ചൂടായോ? എന്തോന്ന് മാമി, ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സില്ലി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
എടാ അടുപ്പത്ത് കറി ഇരിക്കുന്നെന്ന്. യൂസ് കത്താണെന്ന്. ലച്ചു ഇച്ചിരി കറിവേപ്പില ഒടിച്ചോണ്ട് തരുവോ? എന്റെ അമ്മൂമ്മ ഞാൻ നല്ല പണിയിലാണ്. ആ എന്നാ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, കറിവേപ്പില ഇല്ലാതെ കറി വെക്കാം. അമ്മൂമ്മേ ആ എന്നാ ആ കണ്ടോ, അത് ഒരു കതുപ്പ്. ആ ഇനി ഉള്ളതാട്ടെ. അതെങ്ങനാ ഒരു ജോലി പറഞ്ഞ ഒരെണ്ണത്തിനും വയ്യ ചെയ്യാന്. ആർക്കും ഇരുന്നിടത്തിന്ന് എണീക്കാൻ വയ്യല്ലോ മാമി. കസേരയിലിരുന്ന് ഓർഡർ ചെയ്യാനല്ലേ പറ്റൂ, പിന്നെ എങ്ങനെ? സത്യം ചിറ്റപ്പ, എല്ലാരും ഉണ്ടല്ല വെറുതെ ഇരുന്ന് 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 പിത്തം പിടിച്ച്. അത്രേ ഉള്ളു മക്കളെ. ഓ ലച്ചോ, എന്തേറ്റപ്പാ? ഞാൻ നിന്റെ ആരടി? ചിറ്റപ്പൻ. ഏ ചിറ്റപ്പൻ ആണാ? എന്തേറ്റ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, കുറച്ച് മുമ്പ് തൊണ്ട വരണ്ട് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആരോ കൊണ്ടുവന്നത്. ആരോ കൊണ്ടുവന്നാ? പാറക്കുട്ടിയല്ലേ കൊണ്ടുവന്നത്? ആ പാറക്കുട്ടി സമ്മതിച്ചു. അതാണാ ചിറ്റപ്പന്റെ പ്രശ്നം? അതും അല്ല. അതെ, ഞാൻ കുളിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ ചൂടുവെള്ളവുമില്ല തണുത്ത വെള്ളവുമില്ല. അതിപ്പോ ചിലപ്പോ മറന്നുപോയതായിരിക്കും ചിറ്റപ്പ. മറന്നു? എന്തുകൊണ്ട് മറന്നു? നിങ്ങൾക്ക് എന്നെ വിലയില്ല. വിലയുള്ള ഒരാളിൻ്റെ വാക്കാണെങ്കിൽ മറക്കുവോ? മോളെ, ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചെവിക്കല്ല് നോക്കി ഒരു അടിയും മാറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ സ്നേഹമെങ്കിലും നീ എൻ്റെ അടുത്ത് കാണിക്കണ്ടേ? അത് വിട് ചിറ്റപ്പ. എന്തോ സുരേന്ദ്ര? ഒന്നുമില്ല, ഞാൻ അവളുടെ അടുത്ത് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. അല്ല നീ എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു? அண்ணா என்ன பிரச்சனை அண்ணா? എന്താ പ്രശ്നമില്ല, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞോണ്ടിരുന്നത്. ഉണ്ട് പ്രശ്നമൊക്കെ ഉണ്ട് അമ്മമ്മേ. ചിറ്റപ്പൻ പറയാ നമ്മള് ചിറ്റപ്പനെ മര്യാദക്ക് നോക്കുന്നില്ലെന്ന്. ചിറ്റപ്പ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ നമ്മൾ ലേറ്റ് ആയിട്ട് കൊടുത്തു, കുളിക്കാൻ ചൂടുവെള്ളം ചോദിച്ചപ്പോ അത് കണ്ടില്ല. അതൊക്കെയാണ് ചിറ്റപ്പന്റെ പരാതി. അയ്യോ എന്റെ പൊന്നു മോനെ, കൊച്ചെന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയതാടാ. അതാണ് മാമി, ഈ പാവോടെ ഉള്ള കാര്യം മാമി വരെ മറന്നുപോയി. അതാണ്. அண்ணா அந்த அர்த்தத்துல அம்மா சொல்லல. ഏയ്, എന്ത് അർത്ഥത്തിലായിരുന്നാലും എനിക്ക് മനസ്സിലായത് ഈ അർത്ഥത്തിലാണ്. ചിറ്റപ്പ അതെല്ലാരും ഓരോരോ പണിയിലാണല്ലോ, അതുകൊണ്ട് ചിറ്റപ്പന്റെ കാര്യം വിട്ടുപോയതാണ്, അല്ലാതെ ചിറ്റപ്പനോടുള്ള ഇഷ്ടക്കുറവും കൊണ്ടൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായി. എല്ലാവർക്കും പണിയുണ്ട്, എല്ലാവർക്കും തിരക്കാണ്. എന്റെ കാര്യം ഓർമ്മിക്കാനോ അത് ചെയ്തു തരാനോ ഇവിടെ ആരും ഇല്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞു വന്നത്. ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തന്നേനെ. എനിക്ക് അത്രയും വെള്ളം ഗ്യാസ് സ്റ്റൗവിലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഓ പിന്നെ വലിയൊരു ആള് വന്നേക്കുന്നു. ഇയാളാണല്ലോ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നത്. വെറുതെ കറങ്ങി നടക്കുക ചിറ്റപ്പ, ക്ലാസ്സിൽ പോലും പോണില്ല ഇപ്പോ. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ, ഞാൻ ആവശ്യത്തിന് സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് സഹായമാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്? രാവിലെ എണീക്കുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത്രയല്ലേ ഉള്ളൂ. ഏയ്, അങ്ങനെ പറയരുത്. പടം വരയ്ക്കും. ചിറ്റപ്പ വെള്ളം ചോദിച്ചപ്പോ ഞാനല്ലേ കൊണ്ട് തന്നേ. ആ അതൊക്കെ ശരി തന്നെ, മോളിനെ കൊണ്ടുവന്ന അതൊക്കെ ഒരു വലിയ പണിയാണാ. ചേച്ചി പേന ചോദിച്ചപ്പോ ഞാനല്ലേ കൊണ്ട് തന്നേ. മാഡം ഒരു പേനയല്ലേ കൊണ്ടുവന്നത്, അല്ലാതെ ആനേനൊന്നും അല്ലല്ലോ. അമ്മമ്മ കറിവേപ്പില ചോദിച്ചപ്പോ ഞാനല്ലേ കൊണ്ട് തന്നേ. പിന്നെ അത് മക്കള് തന്നെയാ കൊണ്ടു തന്നെ. കനേന്റെ കൂടെ ഞാനല്ലേ കടയിൽ വന്നേ. ஆமா நீதான் வந்த. ഇതൊക്കെയാണ് ഇവള് ചെയ്യുന്ന വലിയ സഹായങ്ങൾ. വലിയൊരു ജോലിക്കാരി വന്നിരിക്കുന്നു. ചിറ്റപ്പ, ചിറ്റപ്പന് ചൂടുവെള്ളമല്ല വേണ്ടേ? ഭനായിട്ട് എത്ര മുതലാളിമാർക്ക് എത്ര ബോധവും വിവരമൊക്കെ ഉള്ള നല്ല നല്ല തൊഴിലാളികളും. എനിക്ക് മാത്രം എന്ത് ദൈവമേ ഇങ്ങനെയുള്ളതിനെ കിട്ടിയത്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരാളങ്ങ് കടന്നോളാം, ഒന്നും അറിയണ്ടല്ലോ. പാറു ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എനിക്ക് പഠിക്കാനുണ്ട്. എടാ ഇത് ചെയ്തിട്ട് പഠിക്കാടേ. എനിക്ക് പഠിക്കാനുണ്ടെന്ന്. ഇത് കുറെ ഉണ്ടടാ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഒന്ന് ഹെൽപ്പ് ചെയ്താ പാറു. എനിക്ക് പഠിക്കാനുണ്ടെന്ന്. ഓ വല്ല കളക്ടർ ആവാനല്ലേ പഠിക്കണ? ആണ്, കളക്ടർ ആവാനാണ് പഠിക്കുന്നത്. അമ്മായിക്ക് എന്താ?
പഠിച്ചോ പഠിച്ചോ. ആവണം കേട്ടാ, ഇല്ലെങ്കിലേ അമ്മായി പോലെ ഇങ്ങനെ ചിരട്ടയും പറക്കിക്കൊണ്ട് നടക്കാം. ഓ ഇതുകൊണ്ട് അടുക്കളയിലോട്ട് നമ്മുടെ ലച്ചിച്ചിരെ കൊടറാ. കേശു, എന്തെങ്കിലും പണിയുണ്ടോ? എന്തമ്മായി? എടാ ഇതൊന്ന് എടുത്തിടാ, ഹെൽപ്പ് ചെയ്യടാ. എൻ്റെ പൊന്നമ്മായി, എനിക്ക് വയ്യ. ഞാൻ ഇത്രയും ദൂരം നടന്ന് വയ്യ, ടയേർഡ്. അയ്യോ എടാ പ്ലീസ് എടാ, ഞാൻ മാത്രമേ ഉള്ളൂടാ. അല്ല ബൈ ദ വേ, ഈ സാധനമൊക്കെ എന്താ ഇവിടെ ഇരിക്കണേ? ഒന്നും പറയാതിരിക്കണാണ് നല്ലത്. ആ ഉണ്ണിക്കുട്ടനുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് ഹോട്ടലിലിടാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടിറക്കിയിരിക്കണം. എന്തോന്ന് പറയണേ, ഇതിനൊക്കെ കൊണ്ട് നമ്മൾ എങ്ങനെ കട നടത്തുന്നതാണ്? ഒരു ഐഡിയ ഇല്ല, എനിക്ക് മാത്രം കിട്ടി ദൈവം ഇങ്ങനെയുള്ളതന്നെ. ഹോട്ടൽ എന്തായാലും നമ്മളൊരു പൊളിക്കും. ഡേയ് നിനക്ക് വേണേ സഹായിക്കാം കേട്ടാ. ബെസ്റ്റ്. ഞാൻ കുറച്ചേരത്തെ സഹായിക്കുമോ ചോദിച്ചപ്പോ പറയല്ലേ കളക്ടറിന് പഠിക്കണോന്ന്. കളക്ടറിനാ? ശരി, അവള് പഠിക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അമ്മായി താണ്ട പിടിച്ചോ, ദേഹത്തൊന്നും കൊണ്ട് കയറില്ല. പാലെന്തേ? പാലടുക്കള വന്നില്ലേ? പാലടുക്കള വന്നേ. പാല്? അയ്യോ ഇത് വന്നില്ല. വന്നെങ്കിൽ ഇവിടെ ഇരിക്കുവോ? അല്ല ഞാൻ എവളടുത്ത് ഡേയ് കൊച്ചാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ പാലുണ്ട് ചേച്ചിയുടെ കൊടുക്കാൻ. എടാ നീ അല്ലടാ മേടിച്ചോണ്ട് വന്നത്, നിനക്കൊന്നും അടുക്കള വരെ കൊണ്ടു വന്നാ എന്ത് കുഴപ്പം? ഞാൻ എവളടുത്ത് പറഞ്ഞാണ് ചേച്ചി. ഞാൻ അപ്പൊ ഇവിടെ വന്നിട്ട് ഇത്ര നേരം നടന്നിട്ട് അങ്ങനെ തളർന്നു പോയി. ഉണ്ട് എന്തോന്ന് പറയൂ, നിനക്ക് അറിയാന്നല്ലേ ഞാൻ അവിടെ പാലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്ത് കൊണ്ടുവന്ന് തരാ ഞാൻ? ഞാനും കുറെ നേരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചപ്പോ അവള് മൈൻഡ് ആക്കണല്ല. എവക്കേ പാറുവിനെ 2 അടിയുടെ കുറവുണ്ട്. ആ അത് ശരിയാണ്. ഇവിടെ എല്ലാവർക്കും 2 അടിയുടെ കുറവുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ പാറുവിന്. അത് പാറുവിന് കുറച്ച് കൂടുതൽ. എൻ്റെ പൊന്നു മക്കളെ, കുറച്ച് നേരത്തെ എൻ്റെ ഇവിടെ ആയിട്ട് ഒരു കൊതു വന്ന് കടിച്ചു. ഞാൻ പറഞ്ഞു മക്കളെ പാറു ഒന്ന് ചൊറിഞ്ഞു കാടിയെന്ന് പറഞ്ഞപ്പോൾ കേട്ടാ പാടില്ല, മിണ്ടാതെ വെക്കണം നിന്നെ. പാറു എന്തോന്ന് പാറു, നടുവിലൊക്കെ കൊതു കടിച്ച് എന്ത് പാടാണെന്നറിയാമോ ചൊറിയാൻ? അല്ല എന്നിട്ട് ചിറ്റപ്പ എങ്ങനെ ചൊറിഞ്ഞു? എന്ത് ചെയ്യാൻ, ഇതുപോലെ തന്നെ ഇവിടെ പോയിട്ട് ഇങ്ങനെ 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 ആക്കി. അല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എന്നെ കഷ്ടപ്പാട് അറിയോ കൊച്ചെ? അറിയൂല. ആ അറിയാൻ പറ്റൂല, അത് കടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കെ ഞാൻ കല്ലിനുള്ള പാല് സെറ്റാക്കിയിട്ട് വരാം. കളക്ടർ അവിടെ പോണ്. എവക്കിത് എന്തൊരു അവിടെ ഹെൽപ്പ് ചെയ്യടാ. ഞാൻ എന്നില്ല, എനിക്ക് വയ്യ. എന്തേട്ടാ എന്തോടി ഇതെന്തോന്ന് ഇതുവരെ പറക്കി തീർന്നില്ല? ആ പറക്കാൻ തന്നെ ഒന്ന് വാട്ടാ വാട്ടാ. എന്തിന് ഒന്ന് പറക്ക ഹെൽപ്പ് ചെയ്യാൻ. നടുവിനൊരു ചെറിയ വേദന. കൊതുകല്ലേ കടിച്ചോളൂ, ഡിനോസർ ഒന്നും അല്ലല്ലോ നടുവേദന എന്ന് പറയാ. കാലിന് ഭയങ്കര വേദന. എന്തോന്നാണ് വാഴ പ്ലീസ് മേടിച്ചോണ്ട് ഉണ്ടടാ കാണിച്ച്. ആ ഫോണ് അത് തന്നെ ഫോണ്. എന്തോ ഇത്? രണ്ടിനെ കൊണ്ട് മടുത്തെന്റെ ദൈവമേ. ഇങ്ങനെയൊക്കെ വച്ചോണ്ടിരുന്ന മിക്കവാറും കട പടച്ചു പൂട്ടേണ്ടി വരും. എന്താണ് അമ്മായി? എന്തോ പറയാ, ഓരോന്നും ചെയ്ത് വെക്കണം. ഈ കുഞ്ഞാക്കെ ഉണ്ണിക്കൊണ്ടടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞാക്കേട് ഉണ്ണിക്കൊണ്ടതിന്റെ പ്രശ്നമാ? ഓ വേറെന്ത്? എന്നാ ഉടനെ പൂട്ടണ്ട വരും. എന്തോന്ന് കാര്യം പറയണത്? എന്തോന്ന് പൂട്ടണ കാര്യം? ഹോട്ടലിൽ പൂട്ടണ കാര്യം പറയായിരുന്നു അമ്മായി. ഹോട്ടലാ? ഗൗരി ഹോട്ടൽ തുടങ്ങിയാ? നമ്മളെയൊന്നും അറിയിച്ചില്ലല്ല. ഇതൊന്നും അത്ര ശരിയല്ല ഏട്ടാ. ചേട്ടത് എന്തോന്ന് പറയണ? വലിയ പറഞ്ഞ ഹോട്ടൽ പൂട്ടാൻ പോണത്, തുടങ്ങാതെ പിന്നെ എങ്ങനെ പൂട്ടണത്? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ കുഞ്ഞാക്കയുടെ ഉണ്ണിക്കൊണ്ടേ കാര്യം പറഞ്ഞത്. കുഞ്ഞാക്കെ ഉണ്ണിക്കൂടണം അതാര്? അത് അമ്മായിയുടെ പുതിയ പണിക്കാര്. ആഹാ, അപ്പൊ അവർക്ക് എന്തൊരു പ്രശ്നമാണ്? എന്ത് പ്രശ്നമെന്നാ? പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയും, അവർ വേറൊരു കാര്യം ചെയ്യും. ഇതാണ് മോളെ പറയുന്നത്. കുടുംബത്തിൽ അനുഭവമുള്ളവരുള്ളപ്പം അവരിടത്തൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നു. ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചാ അല്ലെങ്കിൽ പറഞ്ഞോ മോളെ, ഒന്നുമില്ലെങ്കിലും നല്ല ലാഭത്തിൽ ഒരു പലോഞ്ഞനക്കട നടത്തിക്കൊണ്ട് വരുന്ന ആളല്ലേ. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ?
നല്ല ലാഭമുണ്ട് ചിറ്റപ്പ. പിന്നെ അല്ലാതെ മോളെ, ആര് നടത്തുന്നത്? സുരേന്ദ്രല്ലേ? അങ്ങനെ നഷ്ടത്തിൽ പോവോ? എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. കട നഷ്ടത്തിലാണ്, അവസ്ഥയാണ്, പിള്ളേരെ നോക്കാൻ കാശില്ല, പിള്ളേരെ പഠിപ്പിക്കാൻ കാശില്ല, സ്ഥലം വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ തട്ടിമുട്ടിയൊക്കെയാണ് കട ഓടിപ്പോണത്, ഭയങ്കര കഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണാ? അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളാ ഓരോ കാര്യങ്ങൾ അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചിക്കാണാ? അതൊക്കെ ഓർമ്മിച്ച് വെച്ചിക്കണതിന് അതങ്ങനെ ഇങ്ങനെയൊക്കെ പോവാ. അത് വിട്. എൻ്റെ പൊന്നു മോളെ, എൻ്റെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആദ്യം വിളിച്ച് ചോദിക്കണം ആരെന്നറിയാവോ? ആര്? ആരെ ചോദ്യം? എൻ്റെ അടുത്ത് ആരെയെന്ന് ഒരാൾ ചോദിച്ചില്ലേ? എന്നാലും ചോദ്യം മക്കൾ ആരെ? ആര്? ഒരു മിനിറ്റ് ഞാനും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ആര്? സുരേന്ദ്രൻ തമ്പിയെ. എൻ്റെ ടീം ഈ ഇടയ്ക്ക് സൈമൺ ഉണ്ടല്ലോ, പാലിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി. അപ്പം അങ്ങനെ എന്നെ ചോദിച്ചു, അച്ചമ്പി ഇങ്ങ് വാ, ഇതെങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇപ്പം അങ്ങനെ എവിടെ നിൽക്കണമെന്നറിയാം, വച്ചടി കയറ്റമല്ലേ. അതുപോലെ എത്ര പേരെന്നറിയാമോ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളത് കാണിച്ചില്ല. അതൊക്കെ പോട്ട് ഈ ഇടയ്ക്കൊരു അതിശയം നടന്നു. ഞാൻ കടയിലെങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി നിറയെ പയ്യന്മാർ വന്ന് എന്നെ അങ്ങ് പിടിച്ച് കാറിനകത്തോട്ട് കയറ്റി. എന്നിട്ട് നേരെ അങ്ങ് കൊണ്ടുപോയി. എവിടെ? കോളേജില്. ചിറ്റപ്പനെ കോളേജിൽ ചേർക്കാനാ? കോളേജ് ചേർക്കാനല്ല, അവിടെ ഒരു വലിയ സംഭവം നടക്കായിരുന്നു. അതിൽ സംസാരിക്കാൻ വേണ്ടി നേരെ എന്നെ കൊണ്ടുവന്ന് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലങ്ങ് ഇരുത്തി ഒരു വലിയ കസേരയിൽ. എന്നിട്ട് പറയല്ലേ ഇതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കാം, ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് പോയത് ക്ലാസ് എടുക്കാൻ. എന്നിട്ട് ക്ലാസ് എടുത്താ? പിന്നല്ല, ഞാൻ തിരിഞ്ഞും നോക്കിയില്ല മോളെ. അങ്ങോട്ട് തുടങ്ങിയ ഒരു അരമണിക്കൂർ എൻ്റെ പ്രഭാഷണമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതും എല്ലാം കൂടെ ഇരച്ച് കയറി സ്റ്റേജിലോട്ട് കയറി അങ്ങ് വന്നു. ആഹാ, വേഷ കിട്ടിയല്ലേ അപ്പോ? മോനെ, അങ്ങനെ അങ്ങ് കളിയാക്കാതെ. മോളെ, ശരിക്കും എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എൻ്റെ പണിക്കാരാണ്. ചിറ്റപ്പ, കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. അമ്മായി പറയുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയോടെയും വെടിപ്പോടെയും അവർ ചെയ്യും, കൃത്യനിഷ്ഠയോടെ ചെയ്യും. പിന്നെന്താണ് പ്രശ്നം? നേരത്തെ ഈ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് കൊതുമ്പും അതും ഇതൊക്കെ കിടന്ന് കണ്ടായിരുന്ന വലിയ പട്ടികയൊക്കെ, അത് അമ്മായി വളരെ കൃത്യമായിട്ട് അവരുടെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറക്കാൻ. കറക്റ്റ് ആയിട്ട് അവരത് ചെയ്തു, വീടിന്റെ നടയിൽ കൊണ്ടുവന്ന് ഇറക്കി. മനസ്സിലായി? പറ്റില്ല. ഇതുപോലത്തെ പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മോളൊരു കാര്യം ചെയ്യ്, യോമാരങ്ങ് പറഞ്ഞു വെച്ചേരാ. ഞാൻ നല്ല നേറ്റിക്കിട്ട് നല്ല സൂപ്പർ പയ്യന്മാരിറങ്ങാം. ചിറ്റപ്പൻ കൊണ്ടുവരാൻ പോകുന്ന പണിക്കാർക്കേ ബിരിയാണി വെക്കാൻ അറിയോ? ഇല്ല. അടുക്കളപ്പണി അറിയോ? ഇല്ല. എൻ്റെ പൊന്നു മോളെ, മോൾ എന്തോന്ന് പറയുന്നത്? അവർ പലവഞ്ഞിലക്കടയിൽ നിൽക്കുന്നവരല്ലേ, അവർ നന്നായിട്ട് പൊതിഞ്ഞു കൊടുക്കും. ചേട്ടാ, ആലോചിക്കാം കേട്ടോ പണിക്കാരുടെ കാര്യം. ആലോചിച്ച് പറഞ്ഞാൽ മതി. അമ്മായി, ആ വിറക് സാധനങ്ങളൊക്കെ പുറത്തിരുന്നത് തിരിച്ചു കയറ്റി വിട്ടാ? അവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോടെ. ആ ഉണ്ണിക്കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ട് ഹോട്ടലിൽ വെക്കാൻ. ഇനി ഇത് എവിടെ കൊണ്ട് വയ്ക്കുമെന്ന് ദൈവത്തിനറിയാം. പിള്ളേരെ, ഞങ്ങളൊന്ന് കടയിൽ പോവുക. മോട്ടർ ഇട്ടിട്ടുണ്ട്, നിറയുമ്പോൾ ഓഫ് ചെയ്തേക്കണം കേട്ടോ. ചേച്ചി വിശകണം, കഴിക്കാൻ വല്ല ഇരിപ്പുണ്ടോ? നീ വാടാ. ആ ശ്രീ ഒന്ന് വിളിക്കട്ടെ. അമ്മാരെ പിരിച്ചു വിടുന്ന കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കണം. വേറെ മക്കളാടേ എന്ത് ചെയ്യണ്? എന്താ? അല്ല, പഠിക്കുവാണോ? പഠിക്കുവാണെങ്കിൽ എന്ത് പഠിക്കണം? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? എന്താണ് പാറുമോള് ഭയങ്കര കലിപ്പിലാണല്ലോ? കലിപ്പിലാണെങ്കിൽ ഒന്നുമില്ല. മറടാ പാറൂടെ ആ പേപ്പർ ഇങ്ങടാ. തരത്തില്ല. എടുത്താടി, ഒരു കാര്യം എഴുതാനാടി, ഇതും കൊണ്ടുപോവാ. തരത്തില്ലെന്ന്. ഒരു പേപ്പർ മേലെ എടുത്തോടി. തരത്തില്ല. എന്റെ പൊന്നോ, വരെ കൊച്ചിനടുത്തൊരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. പെൻസിൽ ഇങ്ങതാ. ഒരു കാര്യം എഴുതാൻ നിന്റെ അടുത്തല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ചേ? തരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? എന്തിനാ കേശു, ഓ എന്താ അമ്മൂമ്മ പോന്നു. ഓ എന്തുവാ? ഒരു കാര്യം പറഞ്ഞാ കേൾക്കാതെ ഫോണും കുത്തിക്കൊണ്ടിരുന്നാണ് കേട്ടോ. ഞാൻ എന്ത് കേൾക്കാത്ത? എന്തോ എടാ, ഞങ്ങൾ പുറത്തോട്ട് പോയപ്പം നിന്നോടൊക്കെ എന്തോ പറഞ്ഞാ പോയത്? എന്ത് പറഞ്ഞിട്ട് പോയടാ?
கேஷு என்ன பண்ணி வச்சிருக்க நீ ആ എന്നാ പണി? എന്ത് കാര്യം എന്ത്? ഞങ്ങള് പുറത്തോട്ട് പോയപ്പോ നിന്നോടൊക്കെ എന്താ പറഞ്ഞിട്ടാ പോയതെന്ന്. എന്തോ പറഞ്ഞിട്ടാ പോയേ? മാമി അതൊന്ന് പറ, എന്ത് പറഞ്ഞിട്ട് പോയി? അമ്മൂമ്മ പറ, അമ്മൂമ്മ എന്താണ് പറഞ്ഞിട്ട് പോയത്? അമ്മ പറ, എന്താണ് പറഞ്ഞിട്ട് പോയത്? ഒന്നാമത് വേനലാ വരുന്നത്. ഇനി പാറമടേന്നേ വെള്ളം മുക്കി കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അത് പറഞ്ഞിട്ടാണോ പോയത്? ദേ എന്റെ കേട്ടോ. ആ അമ്മ കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്നിട്ടാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? அது இல்ல மோட்டார் ஆஃப் பண்ணாம கிணத்துல தண்ணி எல்லாம் போச்சு, மோட்டரும் ரிப்பேர் ஆயிடுச்சு. അയ്യോ എന്തോന്ന് കേശു ഇത്? ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ? ഞാൻ എന്ത് ചെയ്ത്? എന്തോന്നടാ, തീരെ മോശമാണ് കേട്ടോ ഇതൊക്കെ. എന്തോന്ന്? നീ ഇന്ന് മോട്ടർ ഓഫ് ചെയ്യാത്ത? അത് ശരി, ഞാനിപ്പോ എല്ലാവരും എന്റെ തലക്ക് കയറുന്നു. ഈ മോട്ടർ ഇട്ടതാരാണ്? ആരാ? ആരാ? ആരാര്? മോട്ടർ ആരാ? അത് പറ. നിർത്ത്. മോട്ടർ ഇട്ടത് ഞാനാ. ആ, ആ, അമ്മൂമ്മ മോട്ടർ ഇട്ടിട്ട് ഓഫ് ചെയ്യാത്തതിന് നമ്മുടെ അഞ്ചത്ത് കയറുന്ന കണ്ട. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത് മോട്ടർ ഓഫ് ചെയ്യണേന്ന്. കേട്ടാ അടിച്ചാൻ കൊരണം പോയിച്ചോളയും കേട്ടാ. ആ ആരടുത്ത് പറഞ്ഞു? നിന്റെ അടുത്ത് പറഞ്ഞോ? ഞാനൊന്നും കേട്ടില്ല. നിന്റെ അടുത്ത് പറഞ്ഞോ? ഞാൻ കേട്ടൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാനും കേട്ടില്ല. ഞാൻ അറിഞ്ഞതുപോലുമില്ല. അയ്യോ, എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണ്ട. സാധാരണ മോട്ടർ ഇട്ട് ആരാണ് ഓഫ് ചെയ്യാറ്? ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എല്ലാരും മോട്ടർ ഇടും, എല്ലാരും ഓഫ് ചെയ്യും. അങ്ങനെ തന്നെ. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് പാറുവാണ് ആര് മോട്ടർ ഇട്ടാലും ഓഫ് ചെയ്യണം. അതവള് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എന്ത് പാറു ഇന്ന് ഓഫ് ചെയ്യാത്ത? കണ്ട മിണ്ടായിരിക്കണ, ഇത് അവിടെ ഭാഗത്ത് തെറ്റാണ്. കണ്ടായിരിക്കണവള്. എന്തോന്ന് പാറു, നിനക്കത് അറിയാന്നെങ്കിൽ ഓഫ് ചെയ്യണ്ട്. ഇപ്പൊ കണ്ട മോട്ടറൊക്കെ കത്തിപ്പോയത്. ഇപ്പോഴും മിണ്ടണില്ല. അവക്ക് കുറ്റബോധം ഉണ്ട്, അതാണ് മിണ്ടായിരിക്കണേ. മക്കളെ മോട്ടർ ഓഫ് ചെയ്യണമെന്ന് അമ്മൂമ്മ പറഞ്ഞേച്ചു പോന്ന് മക്കൾ കേട്ടതല്ലയോ? അവള് കേട്ടതാ അമ്മൂമ്മ, അവള് മനഃപൂർവ്വം ചെയ്യാത്തതാ. എന്റെ പാറു, കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്നെ പോലെ ഭയങ്കര അഹങ്കാരം ഇച്ചിരി കൂടുതലാണ് കേട്ടാ. രണ്ടെണ്ണം കിട്ടുമ്പോ അങ്ങ് മാറിക്കോളും. അമ്മൂമ്മ അവൻ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടതാ. ഗൗരമ്മയും ലക്ഷ്യേച്ചിയും കേശേട്ടും എല്ലാരും കേട്ടതാ. മോള് പറഞ്ഞ കേട്ടല്ല? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇതിൽ നിരപരാധിയാണ്. ചിറ്റപ്പന്റെ മുമ്പ് വെച്ച അമ്മൂമ്മ പറഞ്ഞത്. ചിറ്റപ്പന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞെങ്കിൽ ചിറ്റപ്പൻ ചിലപ്പോ അത് മറന്നു പോയിട്ടുണ്ടാവും. പഴയതുപോലെ അല്ലല്ലോ, ചിറ്റപ്പന് വയസ്സായില്ലേ, ബോധവും വിവരവും ബുദ്ധിയൊക്കെ പോയി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? മോള് വേണ്ടത് കണ്ടറിഞ്ഞ് ഓഫ് ചെയ്യാൻ. ലച്ചു, എന്നാലും പാറു, ഇത്രയും വെള്ളം പോണം നീ കണ്ടല്ലേ, ഓഫ് ചെയ്യാത്ത മോശമായി പോയട്ടാ. അവക്ക് അഹങ്കാരം. ഞാൻ നേരത്തെ ഒരു പേപ്പർ എടുത്ത് തരുമോ മക്കളെ ചോദിച്ചു. അവൾ എടുത്തു തന്നില്ല, പറ്റില്ലെന്ന് പറഞ്ഞോളൂ. രാവിലെ പാലിന്റെ കാര്യം ഓർമ്മയില്ലേ? ഒന്ന് അടുക്കളയെ കൊണ്ട് തരാൻ പറഞ്ഞപ്പോ അതുപോലെ നമുക്ക് പറ്റൂല. വാ. ഞാനാണെങ്കിൽ വിറക് എടുത്തോണ്ടിരുന്നപ്പോ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞിട്ട് 2 വിറക് കൊണ്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവള് കേട്ടില്ല. എൻ്റെ മുതുകത്തൊരു കൊതു കടിച്ചു. ഒന്ന് മാന്തി തരാൻ പറഞ്ഞ് കേട്ടില്ലെന്നേ. ഞാതാ എനിക്കിങ്ങനെ എത്തൂരല്ലോ മാന്താൻ, അതുകൊണ്ടാണ് പറഞ്ഞത്. ദേ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരുന്നേ. നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ ഞാൻ ഒരു സഹായം ചെയ്യുന്നില്ലെന്ന്, കളിച്ചുറങ്ങി നടക്കുവാന്ന്. എന്നെ കൊണ്ടാവുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല. அவ சொன்னது கரெக்ட் தான். அவங்க பண்ணற சின்ன சின்ன விஷயத்தை நம்ம ஏத்துக்காம இருந்தா இப்படி இருக்கும். சாரி பாரு. സോറി അമ്മ. എന്തിന്? മോട്ടോർ ഓഫ് ആക്കാത്തതിന്. ഇനി അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. എന്നോട് ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.